പെരുമ്പാവൂരിനടുത്തുള്ള ഡീഅഡിക്ഷൻ സെന്ററിൽ തികഞ്ഞ മദ്യത്തിൽ അഡിക്റ്റായി വീട്ടിൽ കയറാൻ അനുവാദം കൊടുക്കാതിരിക്കേണ്ടതിന് പോലീസിൽ നിന്ന് പെർമിഷൻ മേടിച്ചൊരു ചെറുപ്പക്കാരൻ അവരവിടെ കടന്നു വന്ന് ആ ക്യാമ്പിനെ പങ്കെടുക്കുവാനിടയായി. ക്യാമ്പിനെ പങ്കെടുത്ത് അവന്റെ ജീവിതം മാറുവാനിടയായി. 30 ദിവസം കൊണ്ട് അവന്റെ ജീവിതത്തിൽ മദ്യത്തിന്റെ എല്ലാ ലഹരികളിലും അവൻ വിമുക്തനായി. അവൻ ജോലി ചെയ്യാൻ ആരംഭിച്ചു. അവനവന്റെ കുടുംബത്തിലേക്ക് തിരികെ പോകാൻ കൊതിച്ചു. തുടർന്ന് അവൻ പുറത്തുപോയി 10-15 ദിവസം ജോലിയൊക്കെ ചെയ്ത് സ്വന്തമായ ഒരു മൊബൈലൊക്കെ വാങ്ങി തന്റെ പിതാവിന്റെ അടുക്കല് പകല് വീട്ടിൽ കെടുത്തെല്ലാം നിവർത്തിയില്ല. കോടതി പോലീസ് വിലക്കുണ്ട്. ആ രാത്രിയില് സന്ധ്യ കഴിഞ്ഞ് രാത്രിയോടെടുത്ത സമയം ഈ ചെറുപ്പക്കാരനായ മനുഷ്യൻ തനിക്ക് ജന്മം നൽകിയ പിതാവ് തനിക്കെതിരെ കോടതിയിൽ തന്റെ നീതമായ ജീവിത നിമിത്തം താൻ ആ വീടിന്റെ മുൻപിൽ ചെന്ന് അവിടെ കയറാതിരിക്കേണ്ടത് കോടതിയുടെ പോലീസിന്റെ ഉത്തരവുണ്ട്. അത് ലംഘിച്ച് സ്വന്തം പിതാവായതുകൊണ്ട് ആ മകൻ ചെന്ന് വാതിൽക്കൽ മുട്ടി. അപ്പൻ ഒറ്റ ശബ്ദത്തിൽ മകന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അപ്പം ഒന്ന് വാതിലോടുന്നു. മകനെ കണ്ടു. അവൻ കരഞ്ഞു. അവൻ ഉറക്കം നിലവിളിച്ചു. അവൻ പറഞ്ഞു, അപ്പാ ക്ഷമിക്കണം, ഞാൻ മദ്യപാനം നിർത്തി, ഞാൻ ജീവിതത്തിൽ മാറ്റം വരുത്തി, എന്നെ സ്വീകരിക്കണമെന്ന്. സംഭവിച്ച കാര്യം കേൾക്കണമോ പ്രിയമുള്ളവരെ? അവനിങ്ങനെ അലവറിയിട്ട് കരഞ്ഞ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ ആ പിതാവ് വാതിൽ കൊട്ടിയടയ്ക്കുന്നതിന് മുമ്പ് പറഞ്ഞു, നീ എന്നൊരു മകൻ ഇവിടെ കയറാൻ പാടില്ല, നീ എന്ത് പറഞ്ഞാലും നിന്നെ വിശ്വസിക്കില്ല. അവരാ വാതിൽ ആഞ്ഞടച്ചു. അന്ന് രാത്രി അവൻ ടൗണിൽ ചെന്ന ഹോട്ടൽ മുറിയിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. പ്രിയമുള്ളവരെ, രോഗം വന്നാൽ, മദ്യപാനിയായി തീർന്നാൽ, കഴിവ് കുറഞ്ഞു പോയാൽ, ജീവിതത്തിൽ പരാജയങ്ങൾ വന്നാൽ, തള്ളിക്കളയുന്ന ലോകത്തിന്റെ നടുവിൽ ചേർത്ത് പിടിക്കുന്ന, കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുന്ന, മനുഷ്യന്റെ വേദന അറിയുന്ന